ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിൽ എതിർപ്പ് തുടർന്ന് CPI. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ബിനോയ് വിശ്വം. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ട നടപ്പാക്കാനുള്ള കുറുക്കുവഴിയാണ് PM ശ്രീ പദ്ധതിയെന്നും ബിനോയ് വിശ്വം. രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം ശബരിമല ദർശനം നടത്തും. പമ്പയിൽ കെട്ട് നിറച്ച ശേഷം സന്നിധാനത്തേക്ക് തിരിച്ചു. രാഷ്ട്രപതി മടങ്ങും വരെ ഭക്തർക്ക് പ്രവേശനമില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതിൽ ദേവസ്വം ബോർഡിന് പങ്കില്ലെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. തീരുമാനമെടുത്തത് ഉദ്യോഗസ്ഥരെന്നും വിശദീകരണം. പ്രശാന്തിന്റെ മറുപടി: സ്വർണ്ണപ്പാളി കൊടുത്തത് ദേവസ്വം ബോർഡ് അറിഞ്ഞെന്ന ഹൈക്കോടതിയുടെ പരാമർശത്തിൽ. മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരെ SIT ഇന്ന് ചോദ്യം ചെയ്തേക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരത്തിലെ സംഘർഷത്തിൽ 300-ലധികം പേർക്കെതിരെ കേസ്. ഫാക്ടറിക്ക് തീയിട്ട സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. പ്ലാന്റിന് 5 കോടിയിലധികം രൂപയുടെ നഷ്ടമെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് പ്രാദേശിക ഹർത്താൽ. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ചുവപ്പ് മുന്നറിയിപ്പ്, 7 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. തമിഴ്നാട്ടിലും ശക്തമായ മഴ. ചെന്നൈയിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ. വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും KC വേണുഗോപാലിന്റെ പ്രവർത്തനം. യുക്രൈൻ റഷ്യ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകില്ല. പാഴാകുന്ന കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നില്ലെന്ന് വൈറ്റ് ഹൗസ്. കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകുമെന്ന് അറിയിച്ചത് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യാപാര വിഷയങ്ങളടക്കം ചർച്ച ചെയ്തെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. വ്യാധഭാരതം എന്ന നോവലിലൂടെ ശ്രദ്ധേയനായ പ്രശസ്ത നോവലിസ്റ്റ് KP ജെയിംസ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. എറണാകുളം